കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കുറച്ചു നാളായി ചികിത്സയിലായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കുവൈത്ത് അമീരി ദിവാൻ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിൻ്റെ മരണവാർത്ത ഇന്ന് ഉച്ചയോടുകൂടിയാണ് കുവൈത്ത് അമീരി ദിവാൻ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിൻ്റെ മരണവാർത്ത സ്ഥിരീകരിച്ചത്. 86-കാരനായ ഷെയ്ഖ് നവാഫ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു. അടിയന്തര ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് നവംബറിലാണ് ഷെയ്ഖ് നവാഫിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അമീറിനോടുള്ള ആദരസൂചകമായി രാജ്യത്ത് ശനി മുതൽ 3 ദിവസത്തേക്ക് ഔദ്യോഗിക അവധിയും 40 ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും 40 ദിവസം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. കുവൈത്തിൻ്റെ 10ാമത്തെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിൻ്റെ മകനായി 1937 ജൂൺ 20-നാണ് ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് സബാഹിൻ്റെ ജനനം. 2006 ഫെബ്രുവരി 7 മുതൽ കുവൈത്ത് കിരീടാവകാശിയായിരുന്ന ഷെയ്ഖ് നവാഫ് സഹോദരനും കുവൈത്തിൻ്റെ 15ാമത്തെ അമീറുമായിരുന്ന ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ സബാഹിൻ്റെ നിര്യാണത്തെ തുടർന്ന് 2020 സെപ്റ്റംബർ 29-നാണ് കുവൈത്തിൻ്റെ 16ാമത്തെ ഭരണാധികാരിയായി അധികാരമേറ്റത്. അമീറിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ചടങ്ങുകൾ നാളെയാണ് നടക്കുക. ജനൂബ് സുറ പ്രദേശത്തെ ബിലാൽ ബിൽ റബീഹ് മസ്ജിദിൽ കാലത്ത് 9 മണിക്ക് നടക്കുന്ന ജനാസ നമസ്കാരത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാമെന്നും എന്നാൽ ഖബറടക്ക ചടങ്ങുകൾ ബന്ധുക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതായും അമീരി ദിവാൻ കാര്യ മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ അബ്ദുള്ള അറിയിച്ചു. TV ഹിക്മത്ത്, കൈരളി ന്യൂസ്, കുവൈത്ത്.